ബാലചന്ദ്രനെ അടിച്ച ശേഷം വിഷ്ണു രാജേശ്വരിയോട് പറയുകയാണ്, ദേ നിങ്ങൾക്കുള്ള മറുപടിയാണ് ഞാനിപ്പോൾ ഇവന് കൊടുത്തത്. വേണമെങ്കിൽ ഒന്നുകൂടി കൊടുക്കാം. വേണമോ എന്ന് ബാലചന്ദ്രനോട് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് കവിളിൽ തടവിക്കൊണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്. വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് വിഷ്ണു. എന്നിട്ട് ഗോപാലകൃഷ്ണനെ ചൂണ്ടി വിഷ്ണു പറയുകയാണ്, സത്യത്തിൽ ദേ ഇത് ഇയാൾക്ക് കൊടുക്കേണ്ട മറുപടിയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ പ്രായത്തിന് ചെറിയൊരു ബഹുമാനം കൊടുത്തു എന്ന് മാത്രം. കുടുംബനീതിയിലേക്ക് വകയിരുത്തിയാൽ മതി. ഇനിയും വേണമെങ്കിൽ ചോദിച്ചാൽ ഇനിയും തരാം. അത്രയും പറഞ്ഞ വിഷ്ണു ബാലചന്ദ്രനെ നോക്കുമ്പോൾ വീണ്ടും കവിളിൽ കൈവയ്ക്കുകയാണ് ബാലചന്ദ്രൻ. ദേഷ്യം കൊണ്ട് ആകെ കലിതുള്ളി തന്നെ നിൽക്കുകയാണ് രാജേശ്വരി. അത് കണ്ട് വിഷ്ണു പറയുകയാണ്, പല്ല് കടിച്ച് പൊട്ടിക്കല്ലേ രാജേശ്വരി. വയസ്സാങ്കാലത്ത് മുറുക്കാൻ ചവയ്ക്കാനെങ്കിലും ഉപകരിക്കണ്ടേ. പിന്നെ പെണ്ണുങ്ങളെ കൈവയ്ക്കില്ല എന്നുള്ളത് വിഷ്ണുവിന്റെ പണ്ടേ ഉള്ള ഒരു പോളിസിയാണ്. പിന്നെ നിങ്ങളായിട്ട് അത് തെറ്റിപ്പിക്കരുത്. അതിനുശേഷം അപ്പോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആകെ പേടിച്ചു നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ശാരദാമ്മയ്ക്കോ മക്കൾക്കോ ഇനിയൊരു ശല്യം ഉണ്ടാകാൻ പാടില്ല. അവിടെ നിന്ന് അവര് കുടിയൊഴിയാൻ പോകുന്നില്ല ഒരിക്കലും. ഈ വിഷ്ണുവാണ് ഇനി അവർക്ക് കാവൽ. ഇനി അതല്ല, കുടിയൊഴിപ്പിക്കലിന് ഒരു ശ്രമം കൂടി ഉണ്ടായി എന്നറിഞ്ഞാൽ ഈ വിഷ്ണുവിന്റെ ദശാവതാരം നിങ്ങൾ കാണും. താങ്ങില്ല ഗോപാലകൃഷ്ണ, നിങ്ങളത് കേട്ടല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി, കുടുംബശ്രീ ഹോട്ടലിന്റെ മേലിൽ ഒരു തേങ്ങ വീണ് ഓട് പൊട്ടിയാൽ പോലും ഇനി നിങ്ങൾ ഗോപാലകൃഷ്ണനാണ് ഉത്തരവാദി. ഇനിയിപ്പോ അങ്ങനെ എന്തേലും ഉണ്ടായാൽ ഈ വിഷ്ണു വീണ്ടും ഒരു വരവ് കൂടി വരും. വരുത്തിക്കരുത് നിങ്ങൾ. അതിനുശേഷം രാജേശ്വരിയോട് ചെന്ന് പറയുകയാണ്, അപ്പോ വരട്ടെ, എല്ലാം പറഞ്ഞതുപോലെ. വണ്ടിയിൽ കയറാൻ നേരം വീണ്ടും വിഷ്ണു ഗോപാലകൃഷ്ണനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എടോ, സ്വന്തം ഭാര്യയെയും 3 പെൺമക്കളെയും പെരുവഴിയിലേക്ക് ഇറക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന തന്നെ പോലെയുള്ളവർ ഒരു മനുഷ്യനാണോടോ? അതിനുശേഷം തറയിലേക്കൊന്ന് ആഞ്ഞു തുപ്പിയ ശേഷം വിഷ്ണു വണ്ടിയെടുത്ത് അവിടെ നിന്നും പോവുകയാണ്. വിഷ്ണു പോയ ശേഷം എന്തോ ആലോചിച്ചുറപ്പിച്ചൊന്ന് ചിരിക്കുകയാണ് രാജേശ്വരി. അകത്ത് കയറിപ്പോയി സെറ്റിലിരിക്കുന്ന രാജേശ്വരിയുടെ അടുത്തേക്ക് കവിളും തടവിക്കൊണ്ട് ചെന്നിരിക്കുകയാണ് ബാലചന്ദ്രൻ. കൂടെ ഗോപാലകൃഷ്ണനുമുണ്ട്. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, കുടുംബശ്രീയുടെ മുകളിൽ തേങ്ങ വീണ് ഓട് പൊട്ടുന്നുണ്ടോ എന്നും ഇനി ഞാൻ നോക്കേണ്ടി വരുമല്ലോ ഭഗവാനെ. ബാലചന്ദ്രൻ അന്നേരം പറയുകയാണ്, പല്ലൊന്ന് ഇളവിയെന്ന് തോന്നുന്നു. രാജേശ്വരി പറയുകയാണ്, ഓട് പൊട്ടുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ടി വരില്ല ഗോപാലേട്ട. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. ഏത്, എന്റെ പല്ലിളവിയതോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, അതെ, അതും ഉൾപ്പെടെ തന്നെ. ഇനി കുടുംബശ്രീക്ക് കാവൽ വിഷ്ണുവാണെന്നല്ലേ പറഞ്ഞത്? അതിനുള്ളിൽ ശാരദയും കെട്ടുപ്രായം കഴിഞ്ഞ് കയറ് പൊട്ടിക്കാൻ പോലെ നിൽക്കുന്ന 3 പെൺമക്കളും ഉണ്ട് താനും. അപ്പോ പിന്നെ ഒരു വെടിക്കുള്ള ഒരു മരുന്നില്ലേ ഗോപാലേട്ട അതില്? ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മരുന്നുണ്ട്. പണ്ട് മന്ദര തുടങ്ങി വെച്ച മരുന്ന് തന്നെ. പരദൂഷണം. ഇനി സത്യഭാമയും മകനും വട്ടം കൂടിയിരുന്ന് തീരുമാനിക്കും, മകൻ അമ്മയെ വെട്ടണോ അതോ അമ്മ മകനെ വെട്ടണോ എന്നുള്ളത്. രാജേശ്വരി ചെറിയൊരു കളിയങ്ങ് കളിക്കാൻ പോവുകയാണ്. സത്യഭാമയെ നേരിട്ട് കാണാൻ സമയമായി. അത്രയും പറഞ്ഞ് രാജേശ്വരി പോകുന്നത് കണ്ട് ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും പരസ്പരം നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. അവിടെ തുണിയൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുകയാണ് ശ്യാമയും ശാലിനിയും ശാരികയും. ശ്യാമ ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി കോയമ്പത്തൂരിലേക്ക് ഈ കോച്ചിങ്? ഇതിന്റെ ലെറ്റർ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും നല്ല 1 ഡേ വർക്ക്ഷോപ്പുകളിൽ ഒന്നാണിത്. സിവിൽ സർവീസിന് കോച്ചിങ് കൊടുക്കുന്ന പ്രൊഫസേഴ്സും പിന്നെ റിട്ടയർ ചെയ്യുന്നവരുമൊക്കെ വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ചിലപ്പോ നാളെ നമ്മുടെ ഇന്റർവ്യൂ ബോർഡിലുള്ളവരുടെ പോലും അവരുടെ ഈ കൂട്ടത്തിൽ. നമുക്ക് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. പിന്നീട് അത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അന്നേരം അവിടേക്ക് വന്ന ശാരദാമ്മ പറയുകയാണ്, എന്തായാലും ഈ സമയത്ത് തന്നെ വേണം കോയമ്പത്തൂരിലേക്കുള്ള ഈ യാത്രയും കോച്ചിങ്ങും ഒക്കെ. എന്താ അമ്മയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നിന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങിയത് നീ കണ്ടില്ലേ? നിനക്കെന്താ ഒരു ദണ്ണവുമില്ലാത്തത്? ദേഷ്യമെന്ന് ശാലിനി പറയുകയാണ്, കല്യാണമല്ല, കല്യാണ ആലോചന. എന്റെ അമ്മ, അവര് പോയ വേറൊരു കൂട്ടര്. ചെറുക്കനെ കിട്ടാതെ ഇവിടെ മൂത്തു നിറച്ച് നിന്നു പോകുകയൊന്നുമില്ല ശാരിയേച്ചി. അല്ലെങ്കിൽ തന്നെ നമ്മളെ വിശ്വാസമില്ലാത്ത ഒരു കൂട്ടര് കൂടെ എന്ത് വിശ്വസിച്ചാണ് ശാലിനി ചേച്ചിയെ പറഞ്ഞു വിടുക? സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്നല്ലേ അമ്മ തന്നെ പറയാറ്. ഇതിനെയും അങ്ങനെ തന്നെ കണ്ടാൽ മതി. ശാരദാമ്മ പറയുകയാണ്, ഇതിനെ ഇപ്പോൾ അങ്ങനെ കരുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ വേറൊരു കൂട്ടര് വരുമെന്നും അതുപോലെ വേറൊരാലോചന വരുമെന്ന് സമാധാനിക്കാനേ ഇനി എനിക്കൊരു വിശ്വാസവും ഇല്ല. ശാരിയുടെ കല്യാണം മുടങ്ങാൻ കാരണം ഇവിടെ ഒരാളാണ്. നീ മാത്രം എന്ന് പറയുകയാണ് ശാരദാമ്മ. അമ്മയെന്ന് ശാലിനി വിളിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, മതി, നിങ്ങൾ 3 ആളുടെയും സഹോദരനെ പോലെ
ആണ് അർജുൻ. പക്ഷേ അവനെ കൊണ്ട് വക്കീൽ നോട്ടീസ് അയപ്പിക്കാനോ രാജേശ്വരിയുമായി കേസ് പറയാനോ നിൽക്കരുതെന്ന് പിടിക്കും പോലെ പറഞ്ഞതല്ലേ ഞാൻ. എന്നിട്ടും പിന്നെന്തിനാ നീ? ശാലിനി ചോദിക്കുകയാണ്. അമ്മ എന്തിനാ അവരെ ഇങ്ങനെ പേടിക്കുന്നത്? ഈ രാജ്യത്തെ പൗരന്മാർക്ക് നീതിയും നിയമവും ഒക്കെ ഉറപ്പുവരുത്താനാണ് പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ ഉള്ളത്. അമ്മയുടെ ഈ പേടിയാണ് അവര് മുതലാക്കുന്നതും. അവര് വക്കീൽ നോട്ടീസുമായി ഈ മുറ്റത്ത് കാല് ചവിട്ടാനും അത് കീറിയെറിയുവാനും അതിനൊക്കെയുള്ള ധൈര്യം കൊടുത്തത് അമ്മയുടെ ഈ പേടി തന്നെയാണ്. ശാരദാമ്മ പറയുകയാണ്. അതെ, പേടി തന്നെയാണ്. ഞാൻ പേടിക്കുന്നു പലതിനെയും. എന്റെ ആദ്യത്തെ പേടി ദേ ഇവളുടെ കല്യാണം മുടങ്ങും എന്നുള്ളതാണ്. രണ്ടാമത്തെ പേടി കാൽ ചുവട്ടി നിൽക്കുന്ന ഈ ഭൂമി കൈവിട്ടു പോകും എന്നുള്ളതാണ്. അതിലാദ്യത്തേത് ഇന്ന് നടന്നു കഴിഞ്ഞു. രണ്ടാമത്തേത് ഉടൻ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്താ, തടയാൻ പറ്റുമോ നിനക്ക്? ഞാൻ അങ്ങനെയല്ല എന്ന് ശാലിനി പറയാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ്മ പറയുകയാണ്. വേണ്ട, നീ ഒന്നും പറയണ്ട. പെരുവഴിയാണ് ഇനി ശാരദയ്ക്കും മക്കൾക്കും ശരണം. പെരുവഴി മാത്രം എന്ന് പറഞ്ഞ് കരയുന്ന ശാരദാമ്മയെ സമാധാനിപ്പിക്കാനായി ശാരിക പറയുകയാണ്. എന്റെ അമ്മേ, ആ രാജേശ്വരിയെ പേടിക്കേണ്ട എന്ന് മാത്രമാണ് ശാലിനി പറഞ്ഞത്. കൈ ചൂണ്ടിക്കൊണ്ട് ശാരദാമ്മ പറയുകയാണ്. പേടിക്കണം, മരണം വരെ ആ രാജേശ്വരിയെ നമ്മൾ പേടിക്കണം, മരണം വരെ പേടിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ശാരദാമ്മ. വിഷസർപ്പമാണവൾ, വിഷസർപ്പം. നിങ്ങൾക്കത് മനസ്സിലാകാത്തതാണ്. ശാരദാമ്മയുടെ അഭാവം കണ്ട് ആകെ പേടിക്കുകയാണ് ശാലിനി. പിന്നീട് കാണിക്കുന്നത് സാരിയൊക്കെ മടക്കി വെക്കുന്ന പ്രീതിയാണ്. ആ മുറിയിലേക്ക് കടന്നു വന്ന വിഷ്ണു ചോദിക്കുകയാണ്. ഹലോ, എന്താണ് ഇവിടെ പരിപാടി? പ്രീതി പറയാണ്. കേറി വാ. കട്ടിലിൽ നിരത്തി വെച്ചിരിക്കുന്ന സാരിയും ആഭരണങ്ങളും ഒക്കെ കണ്ട് വിഷ്ണു ചോദിക്കുകയാണ്. എന്താ ഇവിടെ? നീ വല്ല ടെക്സ്റ്റൈൽസും തുടങ്ങാൻ പോവുകയാണോ? ചെറുതരണം തുടങ്ങിയാലോ എന്ന് ആലോചന ഇല്ലാതില്ല. ബർത്ത്ഡേ ഗിഫ്റ്റുകളാണ് ഏട്ടാ, ജ്വല്ലറി വേറെയുണ്ട്. ആൾക്കാരുടെ മനസ്സിൽ നമ്മളോടുള്ള ഇഷ്ടവും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ഈ ബർത്ത്ഡേ ഒക്കെ. നിന്നെ ഞാൻ വിലമതിക്കുന്നു, നീ എനിക്ക് പ്രിയപ്പെട്ട ഒരാളാണ് എന്നതിന്റെ സൂചനയാണ് ഓരോ ഗിഫ്റ്റും. ഒരു ഗിഫ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് തന്നയാളുടെ മുഖം നമ്മുടെ ഓർമ്മയിലേക്ക് ഓടി വരും. അതാണ് അതിന്റെ ഒരു മാജിക് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ കാര്യങ്ങൾ. കൊള്ളാമെന്ന് പറഞ്ഞ് പ്രീതിയുടെ അടുത്ത് കട്ടിലിരിക്കുകയാണ് വിഷ്ണു. വിഷ്ണു ചോദിക്കുകയാണ്. അല്ല, നമ്മളോട് ഒരാൾ പിണക്കത്തിലാണ് എന്ന് കരുതുക. ഒരു ഗിഫ്റ്റ് കൊടുത്താൽ ആ പിണക്കം മാറുമോ? പ്രീതി പറയുകയാണ്. അത്ര വലിയ പിണക്കമൊന്നും അല്ലെങ്കിൽ മാറിക്കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ആരായിപ്പോ ഈ പിണക്കത്തിൽ? ശാലിനിയാണോ എന്ന് ചോദിക്കുമ്പോൾ ചിരിക്കുകയാണ് വിഷ്ണു. പ്രീതിക്ക് മുഖം കൊടുക്കാതെ നാണിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുകയാണ്. അതിപ്പോ നിനക്കെങ്ങനെയാ മനസ്സിലായേ? അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഏട്ടനിപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്നതും ടെൻഷൻ അടിക്കുന്നതും ആരുടെ കാര്യത്തിലാണെന്ന് ഈ അനിയത്തിക്ക് അറിയില്ലേ? പക്ഷേ എന്റെ ഒരു അറിവ് വെച്ച് നിങ്ങൾ ഇതുവരെ ഇണക്കത്തിലായില്ലല്ലോ, പിന്നെ എങ്ങനെയാ പിണങ്ങുന്നത്? അല്ല, ഇണങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ ഇടയിലാണ് പെട്ടെന്നൊരു പൊട്ടിത്തെറി സംഭവിച്ചത്. എന്ത് പൊട്ടിത്തെറി എന്ന് പ്രീതി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്. എടി, കഴിഞ്ഞ ദിവസം അവൾ എന്നെ കുറെ വഴക്ക് പറഞ്ഞു. എന്തിന്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു കാരണം ഉണ്ടായിട്ടല്ല, പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ പിന്നാലെ പോകുന്ന അങ്ങനെയുള്ള ഒരാൾ എന്ന രീതിയിലായിരുന്നു അവളുടെ സംസാരം മുഴുവൻ. ഞാനങ്ങ് വല്ലാണ്ടായി പോയെന്നേ. അത് കേട്ട് പ്രീതി പറയുകയാണ്. അത് വിചിത്രമാണല്ലോ. ചിലപ്പോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ആയിരിക്കും. ഏതായാലും അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകണ്ട. ഉടനെ ഒരു ഗിഫ്റ്റ് അങ്ങ് കൊടുത്തു തന്നെ ആ പിണക്കമങ്ങ് മാറ്റാൻ നോക്ക്. ഒരു സാരി എടുത്തിട്ട് പ്രീതി ചോദിക്കണം. ദാ ഇതുപോലെ ഒരു സാരി ആയാലോ? എടി, ഈ സാരിയൊക്കെ എന്ന് പറയുമ്പോൾ പ്രീതി ചോദിക്കുകയാണ്. സാരിക്ക് എന്താ ഒരു കുഴപ്പം? എന്റെ ഏട്ടാ, പൊന്നിനോടും പുടവയോടും പൂവിനോടും ഉള്ള സ്ത്രീകളുടെ കമ്പം അവളുടെ രക്തത്തിൽ തന്നെ പിറന്നതാണ്. ഒരു ഇഷ്ടക്കേടും തോന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏട്ടന് ശാലിനിക്ക് ഓർണമെന്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ബെസ്റ്റ് പുടവ തന്നെയാണ്. എന്നാലും ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ച് ഓവർ അല്ലേ? എന്തോവർ? ഏട്ടൻ സാധാരണ അവിടെ പോയി ഭക്ഷണം കഴിക്കാറുള്ളതല്ലേ. അന്നം വിളമ്പുന്നവർക്ക് ഉടുക്കാനൊരു പുടവ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു പ്രശ്നവുമില്ല, ഏട്ടൻ ധൈര്യമായിട്ട് കൊടുത്തോ. അതിനുശേഷം വേറൊരു സാരി എടുത്തിട്ട് പ്രീതി പറയുകയാണ്. കൊടുക്കാൻ ഇതായാലോ, എങ്ങനെയുണ്ട്? അതൊന്ന് നോക്കിയിട്ട് വിഷ്ണു പറയാണ്. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വല്ലാതങ്ങ് ഇരുണ്ടുപോയി. ഡാർക്ക് കളറൊന്നും അവൾക്ക് മാച്ചല്ലേടി. അതിനുശേഷം വേറൊരു സാരി എടുത്തിട്ട് എന്നാൽ പിന്നെ ഇതാകാം എന്ന് പറയുമ്പോൾ വിഷ്ണു പറയാണ്. ഇത് പിന്നെ ഒരുപാട് ലൈറ്റ് ആയി പോയടി. ഇതും വേണ്ട ഷെടാ എന്ന് പ്രീതി പറയുമ്പോൾ വിഷ്ണു പറയാണ്. നീ വേറെ ഏതെങ്കിലും എടുക്ക. പിന്നെ എന്താ ഏട്ടന് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്. അതിപ്പോ നിനക്ക് ആളിനെ അറിയാമല്ലോ, നീ തന്നെ അവൾക്ക് ഇണങ്ങുന്ന ഒന്ന് സെലക്ട് ചെയ്യ പ്ലീസ് ഡി എന്ന് പറയുമ്പോൾ പ്രീതി പറയുകയാണ്. ഓക്കെ.
കട്ടിലിൽ കിടന്നതൊക്കെ നോക്കിയിട്ട് പ്രീതി ഷെൽഫിൽ നിന്നും വേറൊരു പുതിയ സാരി എടുക്കുകയാണ്. പാക്കറ്റ് പൊട്ടിച്ച് കയ്യിലേക്ക് എടുത്തിട്ട് പ്രീതി ചോദിക്കുകയാണ്, ദാ ഇത് മതിയോ ഏട്ടാ? മുൻപൊരിക്കൽ അമ്മ എന്നെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. ആർക്കോ സമ്മാനിക്കാൻ വേണ്ടി വാങ്ങിവെച്ച സാരിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ അമ്മ ഇത് മറന്നിട്ടുണ്ടാകും. ഇതാകുമ്പോൾ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നതാണ്. ഈ മോഡൽ കിട്ടാൻ വേണ്ടി അമ്മ ഒരുപാട് ടെക്സ്റ്റൈൽസിൽ കയറിയിറങ്ങിയതാണ്. ഉടുത്താലൊരു രാജകുമാരിയെ പോലെ ഇരിക്കും ശാലിനി. എന്നാൽ സിമ്പിളാണ് താനും. ദാ ഇഷ്ടപ്പെട്ടോന്ന് നോക്ക്. സാരി നോക്കിയ ശേഷം വിഷ്ണു പറയുകയാണ്, ഇത് മതി. അതിനുശേഷം സാരിയുമായി കുടുംബശ്രീയിലേക്ക് എത്തുകയാണ് വിഷ്ണുവും കമലനും. കമലൻ ചോദിക്കുകയാണ്, ആശാനെ ഞാൻ വരണോ? വിഷ്ണു പറയുകയാണ്, അതെന്തു പറ്റി? അല്ല, ആശാന്റെ പെണ്ണിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് മണിയടിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ അനാവശ്യമല്ലേ എന്നൊരു സംശയം. അത് ശരി, പിന്നെന്തിനാണാവോ ചാടിക്കേറി വന്നത്? എടാ, ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് എന്തിനും ഏതിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവൻ ആയിരിക്കണം. അതിപ്പോ കൊല്ലാനായാലും ചാവാനായാലും പ്രേമിക്കാനായാലും അങ്ങനെ തന്നെ. അത് കേട്ട് കമലൻ പറയുകയാണ്, അതിന് ആ കൊച്ചിന് ആശാനോട് പ്രേമമൊന്നും ഇല്ലല്ലോ. എടാ, അതിനല്ലേ പ്രീതി തന്ന ഞാൻ ഈ സാരിയും കൊണ്ട് ഞാൻ ഓടിപ്പിടിച്ചു വന്നത്. എടാ, ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നും അല്ല. ഒരു സാരി, ഒരു ചുരിദാർ, ഒരു മാല, ഒരു വള, ഇതൊക്കെ കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മുടെ പുറകെ വന്നോളും. ആ ബെസ്റ്റ്, അത് ആശാന് ആ പെണ്ണുങ്ങളെ കുറിച്ച് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. ഒരു സാരിയിലും ഒരു വളയിലും ഒരു മാലയിലും ഒരു പെണ്ണും ശ്രദ്ധയൊന്നും തരില്ല. സാരിയും മാലയുമല്ല, നമ്മുടെ സംസാരവും പ്രവൃത്തിയുമാണ് അവര് നോക്കുന്നത്. അത് നല്ലതാണെങ്കിൽ അവരൊരു ശ്രദ്ധ തരും, അത്രയുള്ളൂ. കമലന്റെ കവിളിൽ നുള്ളിയിട്ട് വിഷ്ണു പറയാണ്, കൊച്ചു കള്ളൻ, എനിക്ക് അറിഞ്ഞൂടാത്ത പോലെ. അതെ, എന്റെ ഡയലോഗ് നീ അടിക്കണ്ട കേട്ടോ. ഞാനാണ് ഹീറോ, നീ എന്റെ കയ്യാളാണ്, മനസ്സിലായോ? ഞാൻ ഹീറോയിനെ വളച്ചെടുത്ത് ഒരു റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സാരി കൊടുക്കുന്നു. അവൾ അതിൽ സന്തോഷിച്ച് ഐ ലവ് യു എന്ന് പറയുന്നു. തുടർന്നൊരു സോങ്. ലൊക്കേഷൻ കാശ്മീരിലെ നീല തടാകങ്ങൾ വേണോ, സൊനാലിയിലെ പുൽമേട് വേണോ എന്നൊക്കെ നീ ഒന്ന് ആലോചിക്കുക. ഞാനിതാ വരുന്നേന്നും പറഞ്ഞ് കവറുമെടുത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് വിഷ്ണു. കമലൻ പറയുകയാണ്, വല്ലതും നടന്നാൽ മതിയായിരുന്നു എന്റെ ദൈവമേ. അകത്തേക്ക് കയറുന്ന വിഷ്ണു ചുറ്റുമൊക്കെ നോക്കുകയാണ്. അന്നേരം ശാലിനിയെ വിഷ്ണു കാണുകയാണ്. ശാലിനിയുടെ അടുത്തേക്ക് നിന്ന വിഷ്ണു ശാലിനിയെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് പ്രൊപ്പോസ് സീനിൽ എന്ന പോലെ ശാലിനിക്ക് ഗിഫ്റ്റായി സാരി കൊടുക്കുകയാണ്. സാരി വാങ്ങി തുറന്നു നോക്കിയ ശേഷം ശാലിനി വിഷ്ണുവിന് കൈനീട്ടുകയാണ്. എഴുന്നേൽക്കുന്ന വിഷ്ണുവിനോട് ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടാ ഐ ലവ് യു. ശാലിനി പറയുന്നത് കേട്ട് ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് വിഷ്ണു. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.